വില്ലേജേഴ്സ്. നമുക്ക് ചുരിദാറിൻ്റെ അടുത്ത വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കോട്ടയുടെ ഒരു നല്ല ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലോറൽ പാറ്റേൺ ഡിസൈനാണ് യോക്ക് പോസ്റ്റ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്രോഷ്യോ ലേസ് വർക്ക്, പിന്നെ ചെറിയ ബാട്ടിക്കിൻ്റെ പ്രിന്റ്. ഇത് തിരിച്ചാക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാം. താഴെ ഇങ്ങനെ ബോർഡറായിട്ട് അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് അങ്ങനെയും തയ്ച്ച് ചെയ്തെടുക്കാം. യോക്ക് ആക്കുമ്പോൾ കുറച്ച് ആ ഡിസൈൻ പോകൂലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു താഴെ ആക്കിയത് നല്ല അടിപൊളിയായിരിക്കും. ദുപ്പട്ടയുടെ പ്രിന്റ് നല്ല രസമുണ്ട്. ആ ഒരു ഫ്ലവേഴ്സ് ഇല്ലേ, അതാണ് ദുപ്പട്ടയിൽ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കളേഴ്സും അടിപൊളിയാട്ടോ, നല്ല ഷെയ്ഡ്സ് എന്നാലും. ഇതൊരു ഓറഞ്ച് മിക്സ്ഡ് ടോൺ എന്ന് പറയും. നോർമൽ ഓറഞ്ച് അല്ല, കുറച്ചുകൂടി ഒരു ഡാർക്കർ ഒരു ഓറഞ്ച് ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് എന്ന് പറയും. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടം വരുന്നത് നമുക്ക് സാറ്റിൻ സിൽക്കിൻ്റെ ഫാബ്രിക്, മറ്റേത് ചെക്കോട്ട സിൽക്കി കോട്ട എന്ന് പറഞ്ഞ ആ ഫാബ്രിക്കിലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രിൻറ്റിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ് കേട്ടോ. നല്ല ലെങ്ത്തും ഉണ്ട്. ഇതിന് ബാക്ക് സൈഡിൽ മൊത്തത്തിൽ ആ ഒരു ചെറിയ പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ. നമ്പർ AC 434, റേറ്റ് 1060 രൂപ മാത്രമേ ഉള്ളൂ. 1060. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ്റെ ഭംഗിയാണ് മെയിനായിട്ട് ഇതിൻ്റെ അട്രാക്ഷൻ. അത് ആ സെയിം തന്നെ നമുക്ക് ദുപ്പട്ടയിലും വരും. നല്ല രസമുണ്ട് കാണാൻ, നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഇത് തിരിച്ചാക്കി തയ്ച്ചാൽ മതി, എനിക്ക് തോന്നുന്നു അതാ ഇച്ചിരി ഭംഗി കൂടുതൽ കിട്ടുന്നത്. ക്രോഷ്യോ ലേസ് വെക്കും, ആ ഒരു താഴത്തോട്ട് വരുന്ന ആ ഒരു വലിയ വീതിയുള്ളൊരു ദാമൻ പോർഷൻ എടുത്ത് കിട്ടും. അത് ഇഷ്ടമില്ലാത്തവർ തിരിച്ചാക്കി ഇങ്ങനെ യോക്കാക്കി തയ്ച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് AC 435, റേറ്റ് 1060. നല്ല മഞ്ഞ കളറാട്ടോ, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളറാണ്. മഞ്ഞ കണ്ടാൽ ഞാൻ ഫ്ലാറ്റ് ആവും, അത്രയും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് ആ ഒരു പ്രിൻറ്റിൻ്റെ ഭംഗിയൂടെ വരുമ്പം ഒരു രക്ഷയില്ലാത്ത രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ താഴെയാക്കി തയ്ക്കുകയാണെങ്കിൽ ഈ ഫ്ലവറിൻ്റെ ഭംഗി ശരിക്കും അങ്ങോട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ തയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. ദുപ്പട്ടയിലും സെയിം ഡിസൈൻ തന്നെ. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കിൻ്റെ തന്നെ, തിളക്കമില്ലാത്ത എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്പർ AC 298, റേറ്റ് 1060. നമ്മുടെ ലാസ്റ്റ് കളർ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ലാവണ്ടർ മിക്സ്ഡ് ടോൺ ആണ്. അപ്പം വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നല്ല രസമായിട്ട് നിൽക്കുന്ന ഫ്ലവർ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ ഷോളിലുള്ള ആ ഫ്ലവറിൻ്റെ ഡിസൈൻ നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടും. താഴെ ഡാമിനായിട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും കിട്ടും. എങ്ങനെ വേണം തയ്ക്കാം കേട്ടോ. നല്ല ലെങ്ത്തുള്ള ഐറ്റമാണ്. റഫായിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ്. ചെറുതായിട്ട് സ്റ്റാർച്ച് മുക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AC 299, റേറ്റ് 1060 രൂപ മാത്രമേ ഉള്ളൂ. 1060.